അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ നമുക്ക് പോവാം. നമ്മളെ വീട്ടിൽ എത്ര തന്നെ രസമൊക്കെ വെച്ചാൽ ഭയങ്കര ഉപ്പോ അല്ലെങ്കിൽ പുളിയോ അധികമാകില്ലേ. എരി ആയാലൊന്നും കുഴപ്പമില്ല രസത്തിൽ. അഥവാ ഉപ്പോ പുളിയോ ഒക്കെ അധികമായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് വെക്കണ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് ഏറിപ്പോകും, ഒന്നല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ പുളിപ്പായിരിക്കും. അപ്പോൾ അത് നീക്കം ചെയ്യാനായിട്ട് സിമ്പിൾ പണിയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കണ സമയത്താണ് ഈ ഒരു ശർക്കരേൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ആ ഒരു ചെറിയൊരു വന്നതോട് കൂടിയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കണം ആ ഒരു ടൈമിങ്ങിൽ എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിൻ്റെ കുറവായിട്ടുണ്ടാവും, അതുപോലെ പുളി ഏറിയിട്ടുണ്ടെങ്കിൽ അതും ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റിലായിട്ട് കിട്ടും. ഇതേ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നോക്കുന്നത് നോൺ സ്റ്റിക്കിലായാലും ഈ ഒരു ഇരുമ്പ് കല്ലിലായാലും എത്ര ദോശ ചുട്ടാലും ഒന്നും നേരാകില്ലല്ലേ. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരാനുള്ള ഈസി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വെല്ലുള്ളിയാണ് കേട്ടോ, ചെറിയതായിട്ടുള്ള ഒരു വെല്ലുള്ളി എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ആയാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് പുളിയാണ് ഞാൻ വാളംപുളി വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഉള്ളിയും എടുക്കാം കേട്ടോ, ചെറിയ ഉള്ളി ആയാലും വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഒരു വലിയ ഉള്ളിയുടെ ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഡബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഡബർ ബാൻഡ് ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കല്ല് നന്നായി ചൂടാക്കി എടുക്കുക. ഞാനിതപ്പോൾ അടുത്ത ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നല്ല ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടായ കല്ലിലേക്ക് ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ എത്ര വേണം മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നല്ലൊരു ഈസി ആയിട്ട് ക്രിസ്പി ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. നല്ല നൈസായിട്ട് ഏത് പുതിയ കല്ലും ഈസി ആയിട്ട് പഴക്കിയെടുക്കാൻ ഈ ഒരു ടിപ്പ് മതി കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഇത് നിങ്ങളും ചെയ്ത് നോക്കട്ടോ. ഏത് കല്ല് ഒട്ടിപ്പിടിക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. നല്ല നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള ദോശ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലിൽ വെച്ചിട്ട് ഇത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഈ ഓയിലൊക്കെ മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. നമ്മുടെ സിങ്കിലായാലും അതുപോലെ വാഷ് ബേസിനിലായാലും ധാരാളം സോപ്പുകൾ അലിഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ ഇനി അലിയാതെ ഈസി ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഒരു അടപ്പ് മാത്രം മതി. ഇതേപോലെ നല്ല പ്രസ്സായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ താഴത്ത് കിടന്ന ശേഷം കണ്ടില്ലേ എത്രത്തോളം സോപ്പ് അലിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആകാതിരിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ് എടുക്കുക, ഏതെങ്കിലും ഒരു വെള്ളക്കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സിങ്കിലായാലും വാഷ് ബേസിനിലായാലും ഇതേപോലെ സോപ്പൊക്കെ ഒന്ന് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പ് അലിയാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഒരു അടപ്പൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയണ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ സോപ്പ് എത്ര ദിവസം വേണമെങ്കിലും അലിയാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ഇത്ര ക്ലീൻ ആയിട്ട് വീട് കിടക്കില്ല, എപ്പോഴും ഒരുപോലെയൊന്നും ക്ലീൻ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും വയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ ഇനിയിപ്പോൾ ചൂല് മാത്രം മതി. വെള്ളമോ മോപ്പോ അതോ ലിക്വിഡോ ഒന്നും വേണ്ട, ഈ ഒരു ചൂല് മാത്രം മതി. ഈസി ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കാം. ഇതുപോലെ കുറച്ച് നമുക്ക് സ്പ്രേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ചൂലിൻ്റെ 2 ഭാഗത്തും സ്പ്രേ. നമ്മളെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞ് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ വെക്കുക. എന്നിട്ട് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതും ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് വെച്ചാൽ ഇതുപോലെയൊക്കെ ഉപകരിക്കാൻ നല്ലൊരു സഹായമാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും നമുക്ക് പൗഡർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചൂലിൽ 2 വശവും നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് നമ്മൾ പാറ്റ ഗുളികയാണ് കേട്ടോ. കൂറ ഗുളിക, പാറ്റ ഗുളിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്മെല്ലാണ്, നല്ലൊരു മണമാണിത്. അപ്പോൾ ഇതൊന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇത്രയും മാത്രം മതി. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല പൗഡറായിട്ട് വേണം ഒന്ന് പൊടിച്ച് കിട്ടാനായിട്ട്. ഇത്രയ്ക്ക് ഞാൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ തൊട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊന്നും
കുട്ടികളൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ നമുക്ക് ധാരാളം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എന്താ പറയുക കയ്യിൽ യൂസ് ചെയ്യാതെ നമ്മൾ വെറുതെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ചൂലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ വീട് ഇങ്ങനെയാണ് കിടക്കുന്നത്. 2 ദിവസം നമുക്ക് പനിയോ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആരെടുത്ത് പറയേണ്ട, തുടക്കേ വേണ്ട, നമുക്ക് ചൂല് മാത്രം ഇങ്ങനെ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് അടിച്ചു വാരിയാൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മളെ പൗഡറും അതുപോലെ നമ്മളെ സ്പ്രേയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ കൂറ ഗുളിക എല്ലാം കൂടി ഈ ഒരു 3 നല്ലൊരു സ്മെല്ലാണ്. നല്ല മണം പറഞ്ഞാൽ വീട്ടിനുള്ളിൽ ഇങ്ങനെ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മണമാണ് കിട്ടുന്നത്. അത് മാത്രമല്ല ചെറിയ ചെറിയ കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ വന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ അടിച്ചു വാരിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ പൊടികളൊക്കെ നല്ലതുപോലെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. നമ്മുടെ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ നല്ലൊരു മണമായിരിക്കും. ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് വെള്ളത്തിലൊന്നും കൈയൊന്നും ഇരിക്കുമ്പോഴായിരിക്കും ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിങ്ങനെ ചെയ്താൽ മതി. ഞാൻ അപ്പോൾ വാതിലൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ഹോള് മാത്രമേ ഉള്ളൂ ചെയ്തിട്ട് കേട്ടോ. ഇത്രയ്ക്ക് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്, നല്ല നീറ്റ്. അതുപോലെ തന്നെ ഇത് 3 കൂടി ചേരുമ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് മണമാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴും ഒരുപോലെയൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ തന്നെ തൊടാൻ ഒരു ഇതായിരിക്കില്ലേ, തണുപ്പൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ചൂലിൽ 3 മാത്രം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. നല്ല പളുങ്ക് പോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി തറ തുടയ്ക്കുമ്പോൾ വെള്ളമോ മോപ്പോ ലിക്വിഡോ ഒന്നും വേണ്ട, ചൂല് മാത്രം മതി. അപ്പോൾ ഇതേപോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതിയാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.